സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. 2 കുഞ്ഞുങ്ങളുടെ അമ്മയെയാണ് സുദർശൻ ജീവനെ പോലെ സ്നേഹിച്ചത്. എന്നിട്ടും താഹിറ എന്തിനാണ് പോയത്? എൻ്റെ പേര് മുഹമ്മദ് ഷാഫി. എൻ്റെ ജ്യേഷ്ഠനും സുദർശൻ ചേട്ടനും തമ്മിലുള്ള സുഹൃത്തുക്കളാണ്. എനിക്ക് സുദർശൻ ചേട്ടനെ അദ്ദേഹത്തിൻ്റെ വൈഫ് താഹിറ ബീവി അറിയാവുന്നതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠൻ ലീവിന് വന്ന സമയത്ത് മരുന്നുമായിട്ട് വന്നതാണ് എനിക്ക് പരിചയം. അതിനു മുമ്പ് ഒരു ട്രിപ്പ് വീട്ടിൽ വന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുപോയതായിട്ട് എൻ്റെ വൈഫ് പറഞ്ഞായിരുന്നു. എൻ്റെ അന്ന് വീട്ടിൽ വിളിച്ചൊരു ഫംഗ്ഷനൊക്കെ കൊടുത്തായിരുന്നു അവർക്ക്. അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ അനിയത്തി ചോദിച്ചു, നീ പ്രസവിച്ചത് നിർത്തിയല്ലേ, നീ പിന്നെ എങ്ങനെ പ്രസവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു. പക്ഷേ കടയിൽ വരുന്ന ആളാ, പേരെന്തോന്ന് ചോദിച്ചാൽ സലീം എന്ന് പറഞ്ഞു. ഞാൻ വന്ന് കുട്ടിയെ കൊണ്ട് തന്നല്ലോ, കൊല്ലം സാറിന് കൊണ്ട് ഒരു പെൺകുഞ്ഞിനെ എൻ്റെ കൈ കൊണ്ടുവന്നു. അതിന് ഞാൻ കുങ്കുമപ്പൂവ്, അതിന് ഒലിവോയില്, അതിന് വള്ളയെടുപ്പ്, അതിന് വേണ്ടുന്ന എല്ലാ സാധനവും വാങ്ങിച്ചുകൊണ്ട് വന്നു. നിങ്ങൾക്ക് ആവശ്യം ആ സാധനങ്ങൾ എൻ്റെ മാനനഷ്ടം. അത് അവനും പിന്നെ ഭാര്യയും കൂടെ. എത്ര രൂപ വേണ്ടി വരും? 1 കോടി രൂപയാണ് ഞാൻ ആവശ്യപ്പെട്ട് ഒരാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1 കോടി രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? 1 കോടി രൂപ കൊടുത്തിട്ടില്ല. എൻ്റെ മോൻ്റെ അമ്മയെ അവർക്ക് വേണമെന്ന് പറഞ്ഞ നിലക്ക് അവരെവിടുന്ന് പോയി കൊണ്ടുവരും? ഷംനാദും ഷംനാദിന്റെ ഭാര്യ ഹസീനയാണ് ഇതിനു വേണ്ടി ഈ രഹസ്യമായിട്ട് എൻ്റെ ഭാര്യ വിവാഹം കഴിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറേ സംശയങ്ങളുണ്ടല്ലോ നമുക്ക് ചോദിക്കാൻ. അതാലെ തന്നെ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചെയ്യണം. അത് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. ഒരു സ്ത്രീയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള അവളുടെ പെടാപ്പാടുകളുടെ കഥയാണ് താഹിറയ്ക്ക് പറയാനുള്ളത്. പെണ്ണിന്റെ ഉള്ളറിഞ്ഞവനാര് എന്ന് അമ്പരപ്പിക്കുന്ന കഥ. സ്നേഹമെന്നും കരുതലെന്നും സമൂഹം എണ്ണി പറയുന്ന സുദർശന്റെ കൈതട്ടിമാറ്റി താഹിറ മറ്റൊരു പുരുഷനോടൊപ്പം ജീവിതം പങ്കിട്ടത് എന്തുകൊണ്ട്? ആ പുരുഷനും തനിക്ക് തുണയാകില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ അവൾ സ്വന്തം ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചത്? ഇനി കാണാം നമുക്ക് താഹിറയുടെ കഥ. 3 ദിവസം കഴിഞ്ഞ് സുദർശൻ്റെ കൂടെ മോനെ വിടണമെന്ന് അവിടുത്തെ SI പറഞ്ഞായിരുന്നു. അത് പ്രകാരം SI ആണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്. ആരായിരുന്നു ചാരായം മാറ്റിക്കൊണ്ടിരുന്ന ആൾക്കാർ? സുബ്രഹ്മണ്യന്, സുദർശൻ, വേറൊരു ഫ്രണ്ട്സ് ആയിരുന്നു. 3 പേരും കൂടിയായിരുന്നു ചാരായം മാറ്റിയത് ആണോ? പക്ഷെ സുബ്രഹ്മണ്യനെ 3 ദിവസം കൊണ്ട് സുദർശൻ ഇറക്കി. നിങ്ങൾ ഇറക്കിയില്ല? ഇല്ല. എന്നെ തിരിഞ്ഞു പോലും നോക്കാൻ അവിടെ ആരും വന്നില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമൊന്നുമില്ല? ഇല്ല. ചാട്ടവാറിനടിക്കും. അയ്യോ, പക്ഷെ കുറ്റം ചെയ്ത ഇയാളാണ്. ആ, എന്നിട്ട് ഒരുപാട് അടി ഉണ്ടോ? 300 അടി ഉണ്ടായിരുന്നു. പ്രസവിച്ചത് അവിടെ വെച്ച്. പക്ഷെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗർഭിണിയാണല്ലോ വരുന്നത്. കോടതി പോകുമ്പോഴേ ഇത് നടക്കുമ്പോഴത്തേന് ആള് ഗർഭിണിയാണ്. ഞങ്ങൾ കുഞ്ഞിനെ കണ്ടില്ല, പ്രസവിച്ചത് അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പറയാനൊക്കും? മാഡം എൻ്റെ കൂടെ താമസിച്ചു ഈ കുട്ടി 1 മാസത്തോളം എൻ്റെ കൂടെ താമസിച്ചിട്ട് അവിടെ വെച്ച് 1 മാസം താമസിച്ചു. അപ്പൊ അങ്ങനെ പോലീസ് പിടിക്കില്ലേ ഒരാണിന്റെ കൂടെ ഒരു പെണ്ണി ചുമ്മാ താമസിച്ചു? അങ്ങനെയാണല്ലോ ഔട്ട് പാസ് കിട്ടാൻ കാരണമായത്. അങ്ങനെ പിടിച്ചതാ? അല്ല, അങ്ങനെ പിടിച്ചതല്ല. ഞാൻ സമ്മതിക്കത്തില്ല. ചാരായ കേസിൽ തന്നെ പിടിച്ചത്. ചാരായം വ്യഭിചാരം 2 കുറ്റമാണ് എൻ്റെ മേളിലിട്ടുന്നത്. സത്യത്തിൽ എൻ്റെ ജീവിതം നശിപ്പിച്ചത് സുദർശനാണ്. സുദർശനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൗദിയിൽ അയാൾ താമസിക്കുന്ന റൂമിലേക്ക് പോയത്. പിന്നീടാണ് അവിടെ വെച്ച് എനിക്ക് ഈ ദുരിതങ്ങളെല്ലാം സംഭവിച്ചത്. ഞാൻ ജയിലിൽ 8 മാസവും സഫീത്താരുടെ കൂടെ 2 മാസവും കോമളത്തിൻ്റെ കൂടെ 1 മാസവും ഞാൻ താമസിച്ചു. പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാണെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അത് തെറ്റാണ്. പിന്നെ എന്താ എല്ലാ അയാളുടെ പേരിൽ തന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞു? എങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തു പറഞ്ഞ ഉടനെ അയാൾക്ക് ഒരു കുട്ടി ഉണ്ടാക്കണോ നിങ്ങൾ? ഇത് എവിടത്തെ ന്യായമാണ്?